Good afternoon, Miss. Good afternoon. Prayer ആരാണ്? ചൊല്ലട്ടെ. എവിടെയും ഇവിടെയും ഒരുപോൽ വിളങ്ങും ഭുവനേശ ഞങ്ങൾക്ക് വഴികാട്ടിയായി. ഒരു ജാതി ഒരു മതം ഒരു തറവാടായി പുലരുവാൻ ഞങ്ങളിൽ കനിയേണമേ നീ. എളിയോരായി നാടിൻ്റെ നന്മയ്ക്കായെന്നും പണി ചെയ്യുവാൻ ഞങ്ങൾക്കു ശക്തി തന്നാലും പരിശുദ്ധ സ്നേഹത്തിൻ ചെടിയിൽ വിടർന്ന നറുമലർ പോൽ ഞങ്ങൾ കഴകേകിയാലും ക്രിസ്ത്യാനി ഹിന്ദു ഇസ്ലാമുള്ള ഈ നാട്ടിലൊന്നായി സത്യത്തെ കാൺമാൻ ശക്തനായി ദൈവമായി വിശ്വം ഭരിക്കും അങ്ങിന്നു ഞങ്ങൾക്ക് കാഴ്ച തന്നാലും. താങ്ക് യു. Next.
Hi friends, good afternoon. Education is a natural process carried out by the child and is not acquired while listening to words about by experience in the environment. വിദ്യാഭ്യാസം ഒരു കുട്ടി നടത്തുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അത് വാക്കുകൾ കേൾക്കുന്നതിലൂടെയല്ല, മറിച്ച് പരിസ്ഥിതിയിലെ അനുഭവങ്ങളിലൂടെയാണ്. മറിയ മോണ്ടിസോറി വാക്കുകൾ. Okay, move on. ഓക്കെ, ടുഡേ സൈൻ ഇൻ. ഞാൻ ഇന്നൊരു ചെറിയൊരു കഥ പറയാനാണ്. അപ്പോൾ കഥ തുടങ്ങട്ടെ? Okay. ഓക്കെ. കഥയുടെ പേര്, ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി, ദ പ്രൗഡ് റോസ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ എ ഡെസേർട്ട് ഫാർ away there was a rose who was so proud of her beautiful looks. Her only complaint was growing next to an ugly cactus. Every day the beautiful rose would insult and mock the cactus on his looks. All while the cactus remained quiet. All the other plants nearby tried to make the rose see sense, but she was too sad by her own looks. One flaming summer, the desert became dry, and there was no water left for the plants. The rose quickly began to wilt. Her beautiful petals dried up, losing their lush color. Looking to the cactus, she saw a sparrow dip his beak into the cactus to drink some water. Though ashamed, the rose asked the cactus if she could have some water. The kind cactus readily agreed, helping them both through the summer as friends. The moral of the story is, never judge anyone by the way they look. കഥ മനസ്സിലായോ? മനസ്സിലായി. ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? നമ്മൾ എക്സ്പ്ലെയിൻ ആ ചെയ്യാമോ? മനസ്സിലായി. ദിവ്യ. ഓക്കെ, മലയാളത്തിൽ പറയാം. ഒരു ദിവസം ഒരു വലിയ മരുഭൂമിയിൽ ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു. ആ റോസാപ്പൂ ആ രൂപത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള നല്ല പ്രൗഡായിട്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. ആ ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ ആ ഒരു റോസാപ്പൂവിന്റെ ഒരേ ഒരു കംപ്ലൈന്റ് എന്താന്ന് വെച്ച് പറഞ്ഞാൽ, ഒരു വൃത്തികെട്ട ഒരു കള്ളിമുള്ളി ചെടി കൂടെ അടുത്ത് തന്നെ ഇരിക്കുന്നുള്ളൂ, അടുത്ത് തന്നെ വളരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു പരാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും ആ ഒരു റോസ് ഈ കാക്ടസിനെ വെറുതെ കളിയാക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം നല്ലൊരു ആവാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് കള്ളിമുള്ളിച്ചെടി നന്നായി വളരുകയും അതേപോലെ തന്നെ റോസാപ്പൂക്കളുടെ എതളെല്ലാം കൊഴിഞ്ഞു പോവുകയും വാടി തുടങ്ങാനും തുടങ്ങി. വെള്ളമെല്ലാം വറ്റി തുടങ്ങി. പിന്നെ ബാക്കിയുള്ള പ്ലാന്റ്സുകൾക്കൊന്നും വെള്ളമില്ലാതെ ആവാൻ തുടങ്ങി. ആ സമയത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന റോസ് കള്ളിമുള്ളിച്ചെടിയോട് കുറച്ച് വെള്ളം, നാണിച്ചാണെങ്കിലും കുറച്ച് വെള്ളം ചോദിച്ചു. അപ്പൊ ഈ കള്ളിമുള്ളിച്ചെടി പെട്ടെന്ന് ഞാൻ വെള്ളം തരാമെന്ന് ഏറ്റു. ആ ഒരു ഇത് മുതൽ അവർ രണ്ടുപേരും പരസ്പരം അന്യോന്യം ഫ്രണ്ട്സുകളായിട്ടും തമ്മിൽ സഹായിച്ചും ജീവിക്കാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. വെരി ഗുഡ്. നല്ല കഥ. Thank വെരി you. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. Good afternoon, Good Miss. afternoon, Miss. Good afternoon. വിശേഷം? സുഖായിരിക്കുന്നു. ടീച്ചർക്കോ? കഴിഞ്ഞ ആഴ്ച നമ്മള്
ട്യൂസ്ഡേ ക്ലാസ് ഉണ്ടായിരുന്നല്ലേ? ട്യൂസ്ഡേ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വെനസ്ഡേ വൈകിട്ടാണ്. തേഴ്സ്ഡേ ക്ലാസ് ഉണ്ടായിരുന്നു നമുക്ക്. തേഴ്സ്ഡേ ഉണ്ടല്ല, വെനസ്ഡേ ഉണ്ടായില്ല, തേഴ്സ്ഡേ ഉണ്ടായില്ല ക്ലാസ്. അതുകൊണ്ടാണ് നിങ്ങള് ടൂർ പോണായിട്ട് ഞാൻ പറഞ്ഞില്ല, ക്ലാസ്സിൽ കണ്ടില്ല കിടക്കുന്നത്. ബുധനാഴ്ചയാണ് കൺഫേം ആയത്. അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്നാറ് വൈകിട്ടായിരുന്നല്ലോ സ്റ്റാഫ് ടൂർ സ്മാർട്ട് സ്റ്റേന്ന്. എന്താണ് നിങ്ങള് ഫോട്ടോസ് കണ്ടിട്ടോ? കണ്ടില്ല. കണ്ടില്ല. എന്തിന്റെ ആയിരുന്നു ടൂർ പോയി എങ്ങനെയായിരുന്നു? ജസ്റ്റ് ടൂറോ? എവിടേക്കാ പോയത് ടീച്ചറെ? മൂന്നാറ് പോയി. മൂന്നാർ. അടിച്ചു പൊളിച്ചോ? ചോദിച്ചു എൻജോയ് ചെയ്തു അല്ലേ? നിങ്ങളെ ടീച്ചേഴ്സ് മാത്രമാണോ പോയത് അതോ ഫാമിലി വിത്ത് ഫാമിലി ആണോ? സ്മാർട്ട് ഫാമിലി കംപ്ലീറ്റ്. അല്ല, സ്മാർട്ട് ഫാമിലിന്റെ കൂടെ നിങ്ങളുടെ ഫാമിലി ഉണ്ടായിരുന്നോ ചോദിക്കാം. ഇല്ല അല്ലേ? ഓക്കെ, ശരി. നിഷ ബിനു മൂന്നാറാണോ നിഷ? മൂന്നാറല്ല മിസ്സേ, ഞാൻ ഇടുക്കിയിലാണ്, ഞങ്ങളുടെ നാടാണല്ലോ. ഓക്കെ, നല്ലായിരുന്നു. നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ട്. ഒരു 3:30 മുതൽ കോടയായിരുന്നു. എൻജോയ് ചെയ്തിട്ടോ? വൺ ഡേ ട്രിപ്പാ അല്ല 2 ഡേയ്സാ? വൺ ഡേ ട്രിപ്പ്. പക്ഷെ പിറ്റേ ദിവസമാണ് വന്നത്. 2 മണിയായി തിരിച്ചെത്തിട്ട് ഞങ്ങള്. വെളുപ്പിന് 4 മണിക്ക് പോയി, പിറ്റേ ദിവസം 2 മണിയായി തിരിച്ചു. മൂന്നാറില് ജസ്റ്റ് പോയതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ജസ്റ്റ് എല്ലാ മൂന്നാല് സ്ഥലങ്ങളും ഉണ്ട്. ടോപ്പ് സ്റ്റേഷൻ, മാട്ടുപ്പെട്ടി ഡാം, കുണ്ടല ഡാം, പിന്നെ എവിടെയാണ് എക്കോ പോയിന്റ്, അങ്ങനെ. മാട്ടുപ്പെട്ടി ഡാം ഉണ്ട് മിസ്സേ, കുണ്ടളയുണ്ട്, പിന്നെ ബോട്ടിംഗ് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്. പോയില്ലടോ, ബോട്ടിങ്ങൊന്നും പോയില്ല, നമുക്ക് സമയം ഉണ്ടായിരുന്നില്ലേ. പിന്നെ മറക്കാനാവാത്ത ടൂറായിരുന്നു. മിസ്സേ, ഇവിടെയുള്ള എല്ലാരും എറണാകുളത്തേക്ക് ടൂർ പോകുന്നു, അവിടെയുള്ള എല്ലാരും ഇടുക്കിയിലേക്ക് വരുന്നു. ഇവിടെ എന്താ കാണാനുണ്ട്? എറണാകുളത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പാലസ് ഉണ്ട്, പാർക്ക് ഉണ്ട്, കൊച്ചി ബീച്ച് ഉണ്ട്, എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ കുടുംബശ്രീ ആയിട്ടും അല്ലാണ്ടൊക്കെ പോകും. അത് അവിടെ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകതയാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. വൈകിട്ട് നല്ല ക്ലൈമറ്റ്. മൂന്നാറ് ഇടുക്കി ഡാം ഒന്നും ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഒരു മീച്ചയില്ല, കാരണം എപ്പോഴും കാണുന്നതും കേൾക്കുന്നതും ആണെന്നുണ്ട്. മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ടാവില്ലല്ലോ, അതറിയില്ലേ? അത് തന്നെ സത്യ. ജിഷ കേറിയിട്ടില്ലേ ക്ലാസ്സിലെ? എവിടെയാ മിസ്സേ? ജിഷ ഉണ്ടാവുന്ന ക്ലാസ്സിലെ കാലൊക്കെ ശരിയായ ജിഷ കാലൊക്കെ ഇത്തിരി ശരിയായി പിച്ച വെക്കാൻ തുടങ്ങിയപ്പോ ആളെ കാണാണ്ടായി. ആളിനി ഗ്രൂപ്പിലൊന്നും ആക്റ്റീവ് ആകില്ല. ആളെ എണിച്ച് നടന്നാ പിന്നെ കിട്ടൂല, ഫുൾ ബിസി ആയിരിക്കും. നിങ്ങള് ഇനി പോവാനില്ലേ കുറച്ചു പേരെ? ടീച്ചിങ് പ്രാക്ടീസിന് പോവാനില്ലേ കുറച്ചു പേരെ കൂടി? കഫിയൊക്കെ പോയിരുന്നോ? എവിടേക്ക് ടീച്ചറെ? ടീച്ചിങ് പ്രാക്ടീസ്. ഇല്ലില്ല, ഞാനിത് കഴിഞ്ഞിട്ട് പോവാട്ടാണ്. ചെറിയ കുട്ടി ഉണ്ടേ, 1.5 വയസ്സുള്ളതേ. ഇപ്പൊ കുറച്ചപ്പോ കഴിയട്ടെ കേട്ടെ. നമ്മളെ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം പോയാൽ പോരെ ടീച്ചറെ? ആവണമെങ്കിൽ നല്ലത്. പാർട്ട് 3 ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നത് നല്ലത് എന്ന് പറയുന്നു. ഇനി സ്കൂൾ കൂട്ടല്ലേ, ഇനിയിപ്പോ അതിനുള്ള ചാൻസ് ഇല്ല. ഇനി സ്കൂൾ തുറക്കുമ്പോഴല്ലേ പറ്റുള്ളൂ. പിന്നെ എക്സാം ടൈം ഒക്കെ അല്ലേ. എല്ലാവരും പോവാൻ നോക്കണോട്ടോ പഠിച്ചോട്ടെ. ഓക്കെ, യെസ്. നമ്മള് ഇത് ചാപ്റ്റർ എടുത്തത് യൂണിറ്റ് 3 അല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് തുടങ്ങി ഫാക്ടേഴ്സ് വരെ പറഞ്ഞല്ലേ? അതെ അതെ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കൂളിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള്. എന്താ ചിന്ത? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, ഇതൊന്ന് ചുരുക്കി പറയാവോ? ചുരുക്കണോ? കുറെ പറയാനുള്ളതോ? റിപ്പോർട്ടൊക്കെ കാണണോ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇതിൽ പറയുന്നത്.
അപ്പൊ അതിൽ എന്തൊക്കെ സോഴ്സസ് ഉൾപ്പെടണം, ടീച്ചേഴ്സിന്റെ കാര്യങ്ങള്, മറ്റു മെത്തേഡ്സുകൾ, എക്യുപ്മെന്റ്സ്, എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തെടുക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വർക്ക് ഫാക്ടേഴ്സ്, കോസ്റ്റ് ഫാക്ടർ, സ്റ്റാഫ് ഫാക്ടർ, ടൈം ഫാക്ടർ, എക്യുപ്മെന്റ് ഫാക്ടർ. വായിച്ചു വെക്കാൻ മതി, കേട്ടോ, മനസ്സിലാവും കേട്ടോ. പിന്നെ റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി. Next, financial assistance. Relying upon the strength of the school, the teacher is entrusted with the work of fees collection. Financial assistance സ്കൂളുമായി ബന്ധപ്പെട്ട് എന്താണ് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ആരെയായിരിക്കും ഏൽപ്പിക്കുന്നത്? ഓൾറെഡി ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും, എങ്കിലും ക്ലാസിന്റേതായ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് ആരെയായിരിക്കും? ടീച്ചേഴ്സിനായിരിക്കും. പ്രത്യേകിച്ച് എന്ത് കളക്ഷൻസ്? ഫീസ് കളക്ഷൻസ് അല്ലെ? ഫീ കളക്ഷൻസ് പലതരത്തിലുള്ള ഫീസ് ഉണ്ടാവാം, യൂണിഫോം, ഫീസ്, പിന്നെന്താണ് എന്തെങ്കിലും മറ്റു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഫീസുകൾ, അങ്ങനെ പലതരത്തിലുള്ള ഫീസുകൾ ഉൾപ്പെടുത്താം. അതിന്റെയൊക്കെ കളക്ഷൻസ് ആരായിരിക്കും നേതൃത്വം വഹിക്കുന്നത്? ക്ലാസ് ടീച്ചേഴ്സ് ആയിരിക്കും അല്ലെ? ടീച്ചേഴ്സ് ആയിരിക്കും അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നത്. Even the expect the principal or the head of the institution, other teachers will not be given the work of salary, discernment of making financial decisions. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ ടീച്ചേഴ്സിന് ഫീസ് കളക്ഷന്റെ ജോലി മാത്രമാണ് കൊടുക്കുന്നത്, അല്ലാതെ സാലറി തീരുമാനിക്കുന്നത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും സാലറി തീരുമാനിക്കുന്നത് അല്ലെ? അപ്പൊ സാലറിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും എന്താണ് ടീച്ചേഴ്സിനെ ഇടപെടുത്തുന്നില്ല. ആരാണ് തീരുമാനിക്കുന്നത്? പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അത്തരത്തിലുള്ള ഫൈനൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യങ്ങളിലൊന്നും എന്താണ് ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തുന്നില്ല. ഫീസ് കളക്ഷൻസ് അതുപോലുള്ള ചെറിയ കാര്യങ്ങളിലായിരിക്കും എന്തെങ്കിലും എന്താണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അധ്യാപകരെ ഏൽപ്പിക്കുന്നത്. അല്ലാതെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തൊന്നും എന്താണ് സാലറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ ടീച്ചേഴ്സിന് അത് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അത് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്തായിരിക്കും? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫിനാൻസിനെ മാനേജ് ചെയ്യുന്ന കാര്യം എന്തിലാണ് നമ്മൾ പറയുന്നത് അല്ലെ? സ്കൂൾ ഫിനാൻസ് ആണ് നമ്മൾ പറയുന്നത് അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ അത് ഉൾപ്പെടുന്നുണ്ട്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് emphasize aspects of school finance, budgeting and accounting procedures. അല്ലെ? സ്കൂളുമായി സംബന്ധിച്ച് എന്താണ്? സ്കൂൾ ഫിനാൻസ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരുന്നത് അല്ലെ? സ്കൂളില് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന 3 ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? സ്കൂൾ ഫിനാൻസ്, ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്. എന്നാണ് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ഇത് 3 എന്താണെന്നാ പറഞ്ഞത്? സ്കൂൾ ഫിനാൻസും ബഡ്ജറ്റും. സ്കൂൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെയിൻ ആയിട്ട് സ്കൂൾ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യുക അല്ലെ? സ്കൂളിലെ ബഡ്ജറ്റിംഗ് കാര്യങ്ങള്, അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് അതൊക്കെ മാനേജ് ചെയ്യാന്നുള്ള കാര്യമാണ് എന്താ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ 3 പ്രധാന ആസ്പെക്ട്സ് ആണ്, പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് എന്ത്? സ്കൂളിന്റെ ഫിനാൻസ് കാര്യങ്ങൾ, സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ പൈസയുടെ ഇടപാടുകളും നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ്, സ്കൂളിലെ ഒരു 1 അക്കാദമിക് ഇയറിലെ പ്ലാനിങ്ങിൽ എന്താണ് കൃത്യമായ ബഡ്ജറ്റിംഗ് ഉണ്ടായിരിക്കും. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഇത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ എന്താണ് തീരുമാനിക്കപ്പെടുന്നതാണ്. Control and management of school finance is major responsibility of a school head. എന്താ പറയുന്നത്? Control and management of school finance is a major responsibility of a school head. സ്കൂൾ ഫിനാൻസിന്റെ മേജർ റെസ്പോൺസിബിലിറ്റി, പ്രധാന ഉത്തരവാദിത്തം ആർക്കാണ്? ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ? സ്കൂൾ ഹെഡിനായിരിക്കും. സ്കൂൾ ഫിനാൻസിന്റെ മെയിൻ കൺട്രോളും അതിന്റെ റെസ്പോൺസിബിലിറ്റീസും ആർക്കാണ്? ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആണ്. School finance is assigned to the money needed to pay staff, maintain the institution and keep service going. Budget refers to financial plan for a year.
It includes expected revenue and expenditure for each year. School finance. എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? School finance is assigned to the money needed to pay staff. എന്താണ് pay staff? സ്റ്റാഫിന് ശമ്പളം കൊടുക്കുക. സ്റ്റാഫുകളുടെ സാലറിയുമായി ബന്ധപ്പെട്ടുള്ള മണി. Then maintain institution. And keep ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള പണികൾ അല്ലെങ്കിൽ മറ്റ് സർവീസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയാണ് എന്താ അവിടെ പ്രധാനമായിട്ടും മണി അല്ലെങ്കിൽ പൈസ ഫിനാൻസ് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ. കീർത്തി ക്ലാസ്സിലുണ്ടോ? കീർത്തി? എന്താണ് മാരേജ്? മാർച്ച് 16 മിസ്സേ. ഞങ്ങൾ എന്താ വിളിക്കാത്ത? എത്ര ദിവസമായി? മാർച്ച് 4 മിസ്സേ അധികം ആൾക്കാരെ വിളിക്കുന്നില്ല, കുറച്ച് ആൾക്കാരെ വിളിക്കുന്നുള്ളൂ. നമ്മളെ ഒഴിവാക്കി. ശരിയായില്ല. ഒഴിവാക്കിയതല്ല മിസ്സേ. എന്നാലും ഞങ്ങളൊന്ന് വിളിക്കണ്ടേ? വെറുതെ വരില്ല ഞങ്ങള്. ഞങ്ങളോട് പറയണ്ടേ? അല്ല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ആരും വിളിക്കുന്നില്ല. അത് ശരി. എന്താണ് കീർത്തി? നമ്മൾ എത്ര നാളായി വെറുതെ വിളിച്ചോടെ അല്ലേ? കീർത്തിക്ക് വെറുതെ വിളിച്ചോടെ? ഞങ്ങൾ വരില്ല, ഉറപ്പായി വരില്ല. അല്ല ടീച്ചറെ, ചിലപ്പോ ആരെങ്കിലും ഇനിയിപ്പോ ഒന്നായിട്ട് ബാച്ചോടെ പോയ എന്ത് ചെയ്യും കീർത്തി? കീർത്തി 16-ാം തീയതി തുടങ്ങി അതേ ദിവസമില്ലല്ലോ? ഇല്ല മിസ്സേ. ഡ്രസ്സൊക്കെ തയ്ച്ചു കിട്ടിയോ? സ്റ്റിച്ച് ചെയ്ത് കിട്ടിയോ? ഇല്ല. എവിടെ വെച്ചാണ് മാരേജ്? എവിടെ വെച്ചാ? വീട്ടിൽ വെച്ചിട്ട് തന്നെയാ മിസ്സേ. ഓക്കെ. എന്ത് കളറാണോ സാരി എടുത്തിരിക്കുന്നത്? സാരി ഒരു ഗ്രേ കളറാണ്. ഗ്രേ കളറോ? പച്ചരിയല്ലേ? ക്രിസ്ത്യൻ ആണോ? അല്ലല്ലോ. അല്ല മിസ്സേ. എന്താണോ ഗ്രേ എടുത്തത്? അതുപോലെ ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ അടുത്തതാ മിസ്സേ. റിസപ്ഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ടോ മാരേജിന്? എന്താ മിസ്സേ? റിസപ്ഷൻ ഒക്കെ എവിടെയാണ്? അന്ന് തന്നെയാണോ റിസപ്ഷൻ? അന്ന് ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വെച്ചിട്ടാ. ഇവിടെ തലേന്ന് മാത്രമേ ഉള്ളൂ ഫംഗ്ഷനില്. അപ്പൊ തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പൊ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ആശംസകൾ നേരാണ് ഞങ്ങൾ തീർച്ചയായിട്ടും. ഓക്കെ മിസ്, താങ്ക് യു. പക്ഷെ ഞങ്ങളെ വിളിച്ചില്ല, അതൊരു പരാതിയാണ് എപ്പോഴും കേട്ടോ. ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ല കീർത്തി. എനിക്ക് പെട്ടെന്നാണ് എന്ത് കണ്ടപ്പോഴാണെന്നാവും ഓർത്തത് കീർത്തി കാര്യം. കീർത്തി മെസ്സേജ് ചെയ്തത് കീർത്തിയുടെ പേര് എന്നൊക്കെ ഓർത്തത്. അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ് കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. ക്ലാസ്സിലേക്ക് കയറണോട്ടോ കഴിഞ്ഞാല്? കേറും മിസ്സേ. അത് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നേക്കും കേറ് ക്ലാസ്സില്. എന്താ പേരെന്താ പുള്ളിയുടെ? ഫെബിൻ. ശരി. ബഡ്ജറ്റ് refers to financial plan for a year. അപ്പൊ എന്തിനാണ് ഒരു ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്? പ്രത്യേകിച്ച് ഒരു സ്കൂളില് ഇതിനു വേണ്ടിയാണ് ബഡ്ജറ്റ്. മാനേജ്മെന്റ് നല്ല രീതിയിൽ നടത്തിപ്പിന് വേണ്ടിട്ട് ഒരു ഏകദേശം ബഡ്ജറ്റ് പ്ലാൻ വേണമല്ലോ. ഒരു പ്ലാനാണ് എന്ത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഒരു വർഷത്തേക്കുള്ള ഒരു കൃത്യമായ ആസൂത്രണ പദ്ധതിയാണ് ഒരു ബഡ്ജറ്റ്. എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു വർഷത്തേക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറാക്കലാണ് എന്താ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കായിട്ട്. ടീച്ചേഴ്സിന്റെ സാലറി ഒക്കെ ഈ ബഡ്ജറ്റ് പ്ലാനിൽ ഉൾപ്പെടില്ലേ? ഉൾപ്പെടും. ഇനിയിപ്പോ സാലറി വർദ്ധിപ്പിക്കുകയാണെങ്കിലൊക്കെ 1 ഇയർ കഴിഞ്ഞിട്ടല്ലേ വർദ്ധിപ്പിക്കുള്ളൂ? അതെ. അങ്ങനെ ഒരൊറ്റ 1 ഇയർ പ്ലാൻ ആയിരിക്കും അല്ലേ അത്? പിന്നെ എന്താണ് സ്കൂളിലെ മെയിൻ്റനൻസ് കാര്യങ്ങള്, പിന്നെ മറ്റ് സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എല്ലാവരും ആ ബഡ്ജറ്റിൽ ഉൾപ്പെടുന്നത്. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ഫണ്ട്സുകള് അല്ലെങ്കിൽ വേറെ ചാരിറ്റി പ്രോഗ്രാംസിലൊക്കെ ഉൾപ്പെടുത്തി അതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ബഡ്ജറ്റിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി എന്തൊക്കെ കാര്യങ്ങളോട് പറയുന്നുണ്ട്? ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സ്പെക്ടഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഈച്ച് ഇയർ. അപ്പൊ ഈ ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് പറയുന്നത്? ഇൻക്ലൂഡ് എക്സ്പെക്ടഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ഈച്ച് ഇയർ അല്ലെ? എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ ചെലവുകളാണ്
വരുന്നത്. ഒരു വർഷത്തേക്ക് എന്തൊക്കെ ചെലവ് ആവശ്യമായി വരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണി ആയിരിക്കും എന്താ ബഡ്ജറ്റില് പ്ലാൻ ചെയ്ത് വെക്കുന്നത്, നീക്കി വെക്കുന്നത്. Then accounting refers to the record keeping information about income and expenditure showing the net loss or surplus. ഇനി അക്കൗണ്ടിങ്ങിനോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കീപ്പ് ചെയ്യുന്നത്, എന്തൊക്കെ റെക്കോർഡ്സുകളാണ്? Accounting refers to the record keeping information about income and expenditure. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഇൻഫർമേഷൻസിന്റെ റെക്കോർഡ്സ് ആണ് സൂക്ഷിച്ചു വെക്കുന്നത്? വരവും ചെലവും. വരവ് ചെലവ് കണക്കുന്നുണ്ട് അല്ലെ? വരവ് ചെലവ് കിട്ടുന്ന ഫീസിന്റെ ടീച്ചർ ഉദ്ദേശിക്കുന്നത് കിട്ടുന്ന ഫീസ് അല്ലേ ഇൻക്വയറ്റ് ഉദ്ദേശിക്കുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് കൊടുക്കുന്ന സാലറി ആയിരിക്കും അല്ലെ? യെസ്, ഓരോ വർഷവും പ്രതീക്ഷിക്കുന്ന വരുമാനവും ചെലവുമായിരിക്കും ഇതിൽ ഉൾപ്പെടുന്നത്. ഓരോ വർഷവും പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് എന്താണ് വരുമാനം ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് ചിലവുകളുമായിരിക്കും ആ അക്കൗണ്ട് റെസിപ്റ്റിലെ ആ അക്കൗണ്ട് റെക്കോർഡ്സിൽ സൂക്ഷിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഒരു വർഷത്തേക്കുള്ള സാമ്പത്തിക പദ്ധതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തിട്ട് ബഡ്ജറ്റ് റെഫേഴ്സ് ടു ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ എ ഇയർ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തേക്കുള്ള സാമ്പത്തിക പദ്ധതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെ അവിടെ തുടങ്ങി ലാസ്റ്റ് പോയിന്റ് വരെ നമ്മൾ ചെയ്തിട്ടോ കേട്ടോ. Budget refers to financial plan for year. It includes expected revenue and expenditure for each year. Accounting refers to record keeping information about income and expenditure showing the net loss or surplus. ഇതിന്റെ നോട്ട്സ് തന്നിട്ടില്ല. ഇതിന്റെ 4 ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഒരുമിച്ച് അങ്ങ് തരാം കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റേഴ്സിന്റെ തന്നിട്ടില്ലല്ലോ. ബാക്കി 4 ഒരു ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ലല്ലോ. ഞാൻ ഒരുമിച്ച് കയറട്ടെ, എനിക്ക് എഴുതാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ശനിയാഴ്ച ഇരുന്നതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങ് ഇട്ടേക്കാം. കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്, ശ്രദ്ധിക്കണം. ഇമ്പോർട്ടന്റ് ആണെന്ന് എഴുതി വെച്ചേരാണ്. Financial responsibilities of the school head. Financial responsibilities of the school head. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് സ്കൂൾ ഹെഡിനുള്ളത്? പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ കാര്യത്തില് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് ഒരു സ്കൂൾ ഹെഡിന് വരുന്നത്? കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? The following are the major financial responsibility of the school head: to prepare school financial policy or school budget. ഫസ്റ്റ് തന്നെ എന്താണ് വരുന്നത്? സ്കൂൾ ഹെഡിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് to prepare school financial policy or school budget. അല്ലെങ്കിൽ എന്താണ്? സ്കൂൾ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക, ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് എന്ത്? അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പോളിസി, 2-3 തന്നെ കേട്ടോ. ഫിനാൻഷ്യൽ പോളിസി, ബഡ്ജറ്റ് തയ്യാറാക്കുക എന്നതാണ് ഒരു സ്കൂൾ ഹെഡിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് prepare school financial policy or school budget. ഓക്കെ, മനസ്സിലായോ ആദ്യത്തെ പോയിന്റ്? ഹലോ, മനസ്സിലായി മിസ്സേ? വൈകിയാണോ ക്ലാസ് കയറിയത്? അല്ല, കേറിയിട്ടുണ്ടായിരുന്നു, പുറത്തായിരുന്നു. ഇപ്പോഴാ വീട്ടിലെത്തി മൈക്കോണാക്കാൻ പറ്റിയതാ. ശരി. Yes. Second point, to supervise whether the allocations in the school budget are spent in accord with the financial regulations and the logistics. Point ഒന്ന് വായിച്ചു നോക്കിയേ. To supervise whether the allocations in the school budget, budgetന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, J ആണ്, G ആണ്. Budget are spent in an account with the financial regulations and the logistics.
അക്കൗണ്ട് തന്നെയാണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? അക്കൗണ്ട് ഒന്നല്ലല്ലോ. അക്കോർഡ് എന്നാണ്. ACCORD. അക്കോർഡ്. അക്കൗണ്ട് അല്ലേ വരുന്നത്? സ്പെൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് അക്കൗണ്ടാണ് ശരിക്കും. ഫിനാൻഷ്യൽ റിലേഷൻസ് ആൻഡ് ലോജിസ്റ്റിക്സ്. അതൊരു മിസ്റ്റേക്ക് ഉണ്ട്. അക്കൗണ്ട് അല്ല. ടെക്സ്റ്റ് നോക്കിയിട്ട് അത് വെരിഫൈ ചെയ്ത് പറയട്ടെ. പോയിന്റ് എടുത്തിട്ടെ. അക്കൗണ്ട് തന്നെയാണ് എല്ലാ ടെക്സ്റ്റിലും കിടക്കുന്നത്. അതെ മിസ്. അത് ഞാൻ നോക്കിയിട്ട് പറയാം. പോയിന്റ് ഒന്നൊന്ന് റൗണ്ട് ചെയ്തിട്ടേക്ക്. വേറൊന്നല്ല അവിടെ പറയുന്നത് എല്ലാ ഫിനാൻഷ്യൽ അലോക്കേഷൻസ്, എല്ലാ ഫണ്ട്സുകളൊക്കെ അനുവദിക്കുന്നതും അതിന്റെ എല്ലാ റെഗുലേഷൻസ് ഒക്കെ നോക്കുന്നത് അദ്ദേഹമാണ്. അതൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള മീനിങ് ആണ് അവിടെ. പക്ഷെ ലാസ്റ്റ് വന്നത് എന്താണ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അക്കോർഡൻസ് എന്നായിരിക്കും. അക്കോർഡിംഗ് വിത്ത് എന്നാണ് തോന്നുന്നത്. അക്കോർഡൻസ് വിത്ത് ഫിനാൻഷ്യൽ റെഗുലേഷൻസ് എന്നായിരിക്കും. ഓക്കെ, അങ്ങനെ എഴുതിയാൽ മതി. അത് തന്നെയായിരിക്കും. എന്നാലും ടെക്സ്റ്റിൽ നോക്കിയിട്ട് പറയാം കേട്ടോ. യെസ്, ഒന്ന് റൗണ്ട് ചെയ്തിട്ടേക്കണേ പോയിന്റ്. ഓക്കെ, ചെയ്തോ? ടീച്ചറെ, അക്കോർഡ് എന്ന് പറയുമ്പോ എഗ്രിമെന്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അക്കോർഡൻസ് വിത്തതായിരിക്കും. അക്കോർഡൻസ് എഗ്രിമെന്റ്. നോക്കി പറയാം. ടെക്സ്റ്റിൽ വേറെ ആണെങ്കിലോ പല കാര്യങ്ങളും നമ്മുടെ ടെക്സ്റ്റിൽ മാറിയിട്ട് ഇവിടെ തിരുത്തിയിട്ടാണ് നമ്മൾ PDF ഇടാറ്. പറഞ്ഞുതരാൻ പാടുള്ളൂ. ഓക്കെ, അതൊന്ന് റൗണ്ട് ചെയ്തിട്ടാ മതി കേട്ടോ. നോക്കിയിട്ട് പറഞ്ഞുതരാം. തേർഡ് പോയിന്റ് ഒന്ന് നോക്കിയേ. Collect earnings such as tuition fees, portion deposit, exam fees, uniform fees and so on. പോർഷൻ ഡെപ്പോസിറ്റ് പറഞ്ഞെന്താ? പറയാം. കളക്ട് ഏർണിംഗ് സച്ച് ആസ് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കളക്ട് ചെയ്യുന്നത്? ട്യൂഷൻ ഫീസ് അല്ലെ, ഓരോ ഇയറിൽ എന്താണ് ഓരോ ഫീസസ് വരുന്നത്, ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നുണ്ട്, എക്സാം ഫീസ് ഒക്കെ. ദെൻ പോർഷൻ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോർഷൻ ഡിപ്പോസിറ്റ് മുമ്പ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പോർഷൻ ഡിപ്പോസിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് അത് പോർഷൻ ഡിപ്പോസിറ്റ് കൊടുക്കുന്നത്? എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഒരാള് പറഞ്ഞേ. ഡൊണേഷൻ പോലെയാണ്. എന്തെങ്കിലും Donation. കേടുപാടുകള് സംഭവിച്ചാൽ അത് റീഫണ്ട് ചെയ്യുന്ന ഒരു ഇതല്ലേ? യെസ്, റീഫണ്ട്. നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും അല്ലെ? എന്തെങ്കിലും ചിലപ്പോ എന്താ പറയാ, ഇപ്പൊ ഓരോ എന്താ പറയാ, ഇപ്പൊ ലാബുമായി ബന്ധപ്പെട്ടത്, ഒരു സ്കൂളിൽ ഒരു ലാബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മൾ പൈസ എക്സ്ട്രാ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് ഡെപ്പോസിറ്റ്, പിന്നീട് എന്താണ് എന്തെങ്കിലും അവർക്ക് ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് പിന്നീട് നമുക്ക് ആ പൈസ എന്താണ് നമുക്ക് റീഫണ്ട് ആയിട്ട് തിരിച്ചു കിട്ടും. ജ്ഞാന നിക്ഷേപം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്നത് നമുക്കത് കിട്ടും എന്നുള്ള ഫണ്ടാണ്. തിരിച്ച് റീഫണ്ട് തിരിച്ചത് കിട്ടുന്ന ഒരു ഫണ്ടേ നമ്മളത് ഏൽപ്പിക്കുന്നുള്ളൂ സ്കൂളിൽ. ഒരു നിശ്ചിത തുക എന്നാണ് കോഷൻ ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ലാഭമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്മാർട്ട് ക്ലാസ് നിർമ്മിക്കുന്നതിനോ അങ്ങനെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിന്റെ എന്തെങ്കിലും കാര്യമായി ബന്ധപ്പെട്ടായിരിക്കും ബന്ധപ്പെട്ട് കോഷൻ ഡിപ്പോസിറ്റ്സുകൾ ചെയ്യുന്നത്. ഓക്കെ, അത് ആരായിരിക്കും കോഷൻ ഡിപ്പോസിറ്റ്സുകൾ കൊടുക്കുന്നത്? കോഷൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ആരാണ്? ആരാണ്? ആരായിരിക്കും? സ്കൂൾ ഹെഡ് അല്ലേ? അത് കൈകാര്യം ചെയ്യുന്നതാണ്, കളക്ട് ചെയ്യുന്നതല്ലേ. കൊടുക്കുന്നത് ആരാണ് കോഷൻ ഡിപ്പോസിറ്റ്സ്? സ്റ്റുഡൻസ് ആയിരിക്കും കൊടുക്കുന്നത്. എന്താണ് വിനീത, ക്ലിയർ ആയില്ല? സ്റ്റുഡൻസ് ആയിരിക്കും കൊടുക്കുന്നത്. സ്റ്റുഡൻസ് ആണോ കോഷൻ ഡിപ്പോസിറ്റ് കൊടുക്കുന്നത്? കോളേജിലൊക്കെ അങ്ങനെ ഈ ലാഭൊക്കെ ഇതിന്റെ ലാസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കുമായിരുന്നു. സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കും. അതുപോലെ തന്നെ എന്താണ് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നാണ് നിശ്ചിത അവര് ഈടാക്കുന്നതായിരിക്കും. ഓക്കെ, എക്സാം ഫീസ്. എക്സാം ഫീസ് അറിയാലോ. എക്സാം ഫീസ് എങ്ങനെയൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് എക്സാം ടൈം ടേബിൾ നടക്കുന്നത്? സ്കൂള് തുറന്ന് എപ്പോഴാണ് ആദ്യത്തെ എക്സാം വരുന്നത്? ഓണം. അതിന് നമ്മളൊരു പേര് പറയില്ലേ?
എന്ത് ഇയർലി എക്സാം എന്നാണ് പറയാറ്? ഹാഫ് ഇയർലി. ഹാഫ് ഇയർലി എക്സാം എന്ന് പറയും, മിഡ് ടേം എക്സാം എന്ന് പറയാറുണ്ട്, ഇയർലി എക്സാം അല്ലെ. 3 ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ എക്സാമിനേഷൻസ് വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതിനൊക്കെ എന്താണ് നിശ്ചിതമായിട്ടുള്ള ഒരു ഫീസ് ഈടാക്കുന്നു, യൂണിഫോം ഫീസ് ആൻഡ് സോ ഓൺ. അങ്ങനെ പലതരത്തിലുള്ള എല്ലാ ഫീസും കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും? അത് പിന്നെ ഹെഡ് ഓഫ് ദി സ്കൂൾ ഹെഡിന്റെ എന്താണ് റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നതാണ്. ഇതിലുള്ള മെയിൻ ഫീസ് ഒക്കെ അദ്ദേഹമായിരിക്കും അത് കളക്ട് ചെയ്യപ്പെടുന്നത്. ദെൻ അടുത്ത പോയിന്റ് എന്താണ്? To see whether records are carefully kept for all items of expense. To see whether records are carefully kept for all items of expense. എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? എല്ലാ റെക്കോർഡ്സുകളും എന്താണ്, എല്ലാ റെക്കോർഡ്സും കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കുന്നു. അതായത് ഏതൊക്കെ ഐറ്റംസിൽ എന്തൊക്കെ എക്സ്പെൻസ് ചെലവായി എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും എല്ലാ രേഖകളും സൂക്ഷിച്ചിരിക്കുന്നത് ആരാണ്? അതിന്റെ ഡ്യൂട്ടിയും സ്കൂൾ ഹെഡിന്റേതാണ്. ഓക്കെ, to see whether records are carefully kept for all items of expense. എന്തൊക്കെ ചെലവായി എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സൂക്ഷിച്ചു വയ്ക്കുന്നതിന്റെ ഡ്യൂട്ടി സ്കൂൾ ഹെഡിനാണ്. Okay. Then to see whether payments are made to teachers, staff and others. To see whether payments are made to teachers, staff and others. എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? അവിടെയുള്ള ടീച്ചേഴ്സിനും സ്റ്റാഫിനൊക്കെ കറക്റ്റ് ആയിട്ട് പണം ശമ്പളം കൊടുക്കുന്നുണ്ടോ? യെസ്, പേയ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഉത്തരവാദിത്തമുള്ള ആൾക്കാണ് സ്കൂൾ ഹെഡിന്റെ തന്നെയാണ് അല്ലെ. ടു സീ whether payments are made to the teachers and staff and others. Then to see whether a good system of accounting is correctly maintained in the school. To see whether a good system of accounting is correctly maintained in the school. അദ്ദേഹത്തിന്റെ മറ്റൊരു ഡ്യൂട്ടി എന്താണ് പറയുന്നത്? അക്കൗണ്ടിംഗ് സിസ്റ്റം ശരിയായിട്ട് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. വെരി ഗുഡ്. സ്കൂളില് അക്കൗണ്ടിംഗ് സിസ്റ്റം നല്ല കറക്റ്റ് ആയിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ചെക്ക് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. സ്കൂളില് പ്രത്യേകിച്ച് അക്കൗണ്ടിങ് കാര്യങ്ങൾ യാതൊരു വിധത്തിലുള്ള തെറ്റുകൾ വരാൻ പാടില്ല അല്ലെ. എന്തെങ്കിലും ക്രമക്കേടുകളൊന്നും തന്നെ സ്കൂൾ അക്കൗണ്ടിങ് കാര്യങ്ങളിൽ വരാൻ പാടില്ല. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് ഡ്യൂട്ടി ആൾക്കായിരിക്കും സ്കൂൾ ഹെഡ് തന്നെയായിരിക്കും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, സോ ദ ടീച്ചർ ഗെറ്റ്സ് വർക്ക് ഓഫ് ഫീസ് കളക്ഷൻസ് ഓൺലി. The fees are collected in the following heads. അപ്പൊ ടീച്ചറിന്റെ ഡ്യൂട്ടി എന്താണെന്ന് ടീച്ചറിന്റെ വർക്ക് എന്താണെന്നാണ് പറയുന്നത്? ഫീസ് കളക്ഷൻസ് ഓൺലി അല്ലെ. ഫീസുകൾ കളക്ട് ചെയ്യാൻ മാത്രമാണ്, ആ ഡ്യൂട്ടി മാത്രമാണ് ടീച്ചേഴ്സ് ചെയ്യുന്നത്. പക്ഷെ ആ ഫീസുകളൊക്കെ മറ്റ് ഫീസ് ആർ കളക്റ്റഡ് ഇൻ ദ ഫോളോയിങ് ഹെഡ്സ്. പിന്നെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും എന്താ ആ ഫീസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഹെഡ്സ് ആയിരിക്കും. ഓക്കെ, യെസ്. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് സ്കൂൾ ഹെഡിന് പറയുന്നത്? ഓരോ പോയിന്റ്സ് ഒന്ന് ഓരോരുത്തരൊന്ന് പറഞ്ഞു നോക്കിയേ. ഫസ്റ്റ് പോയിന്റ്, ഫിനാൻഷ്യൽ പോളിസി ഉണ്ടാക്കുക, തയ്യാറാക്കണം ഒരു വർഷത്തിനുള്ള സ്കൂൾ ഫിനാൻഷ്യൽ പോളിസി ഓർ സ്കൂൾ ബഡ്ജറ്റ്. ദെൻ സെക്കൻഡ് പോയിന്റിൽ എല്ലാ ഫണ്ട്സും അലോക്കേറ്റ് ചെയ്യുന്നതും അതൊക്കെ എല്ലാ ഫിനാൻഷ്യൽ റെഗുലേഷൻസും ലോജിസ്റ്റിക്സ് ഒക്കെ എന്താണ് സൂപ്പർവൈസ് ചെയ്യുന്നത് മേൽനോട്ടം വഹിക്കുന്നത് സ്കൂൾ ഹെഡ് ആണെന്നാണ് ആ പോയിന്റിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അതിപ്പോ നിങ്ങൾ പറയണ്ട, നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. തേർഡ് പോയിന്റ് ഒന്ന് പറഞ്ഞേ. Third point, to collect earnings such as tuition fees, tuition deposit, exam fees, and soon. Okay. Yes. യൂണിഫോം ഫീസിന് കൂടി ഇല്ലേ? എന്താണ് യൂണിഫോം ഫീസിന് കൂടി കണ്ടു പറഞ്ഞല്ലോ? എക്സാം പറഞ്ഞല്ലോ യൂണിഫോം ഫീസ്. ഓക്കെ ഓക്കെ, ഞാൻ കേട്ടില്ല. Fourth point, എല്ലാ റെക്കോർഡ്സും സൂക്ഷിച്ചു വെക്കുന്നത് ഹെഡിന്റെ
പറഞ്ഞോളൂ. To see whether records are carefully kept for all items of expense. എല്ലാ ഐറ്റംസിന്റെ എക്സ്പെൻസ് അതുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സുകളും കെയർഫുൾ ആയിട്ട് സൂക്ഷിപ്പിക്കുന്നതിന്റെ ഡ്യൂട്ടി ആരാണ്? സ്കൂൾ ഹെഡിനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോ ഇത് ഇങ്ങനെ പേരുകൾ ഡ്യൂട്ടി തന്നിട്ട് ഇത് ആരുടെ ഡ്യൂട്ടി ആണെന്ന് ചോദിക്കും. ഇപ്പൊ ടു സി വെദർ റെക്കോർഡ്സും അല്ലെങ്കിൽ റെക്കോർഡ്സുകൾ കെയർഫുൾ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ആരാണെന്നുള്ള ചോദ്യമായിരിക്കും വരുന്നത്. അതായത് ടീച്ചർ വരാം ഓപ്ഷൻസില്, സ്റ്റാഫ് വരാം, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വരാം, നൺ ഓഫ് ദ എബോവ്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ആരാണെന്നൊക്കെ അറിയാലോ, സ്കൂൾ ഹെഡ് ആണ് അതിന് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ വരാം. അപ്പൊ അതാണ് നമുക്ക് പഠിക്കാൻ പറഞ്ഞത്. ഇത് ഈ പോയിന്റ്സ് പഠിച്ചു വെക്കണം കേട്ടോ. ബൈഹാർട്ടാക്കി പഠിച്ചു വെക്കുക, മനസ്സിലാക്കി പഠിച്ചാലും മതി. നെക്സ്റ്റ് പോയിന്റ്, To see whether payments are made to teachers, staff, and others. Okay. Then, last point. To see whether a good system of accounting is correctly maintained in the school. Okay. Yes. അത്തരം കാര്യങ്ങളാണ് എന്താ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്കൂൾ ഹെഡിൽ വരുന്നത്. ഓക്കെ. ഇനി ഇതിലെ ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ എന്താണ്? ഫീസ് ആണ് അല്ലെ? ഏതൊക്കെ ഫീസുകളാണ് സ്കൂളില് അലോക്കേറ്റ് ചെയ്ത് വരുന്നത്? കുറെ ഫീസിന്റെ കാര്യം ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ഫീസുകളാണ് പ്രധാനമായി വരുന്നത്. ഫസ്റ്റ് ഓപ്പണിംഗ് ഫീസ്. ഓപ്പണിംഗ് ഫീസ് ഒരാളൊന്ന് വായിച്ചേ, ജിസ്മോൾ ഒന്ന് വായിച്ചേ. ഓപ്പണിംഗ് ഫീസ്. In these special fees, library fees, admission fees, books and notebooks fees, and other fees which are collected in the starting of the educational year will be constituted. Okay. എന്താണ് ഓപ്പണിംഗ് ഫീസ് എന്ന് പറഞ്ഞാല്? ഇത് സ്പെഷ്യൽ ഫീസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു? സ്കൂൾ ഓപ്പണിംഗ് admission fee ആണ്. സ്പെഷ്യൽ ഫീസുകളാണ് അല്ലെ? ലൈബ്രറി ഫീസ് വരുന്നതില്, അഡ്മിഷൻ ഫീസ്, ബുക്സ് ആൻഡ് നോട്ട് ബുക്സ് ഫീസ്, then other fees which are collected in the starting of the education year will be constituted. അല്ലെ? അതായത് എഡ്യൂക്കേഷൻ ഇപ്പൊ ഫസ്റ്റ് ഈ അഡ്മിഷൻ ഫീ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, അത് ആദ്യം എന്തായിരിക്കും? ഒരു എഡ്യൂക്കേഷൻ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് ഫണ്ട്സുകളാണ്. അതിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഏതൊക്കെയാണ്? ലൈബ്രറി ഫീസസ്, അഡ്മിഷൻ ഫീസസ്, ബുക്ക് ആൻഡ് നോട്ട്ബുക്സ് ഫീസസ് ആൻഡ് അതർ ഫീസസ് which are collected in starting of the education year will be constituted. Okay. So അതാണ് ഓപ്പണിംഗ് ഫീസ് എന്ന് പറയുന്നത്. സ്കൂളിന്റെ സ്കൂൾ അക്കാദമിക് ഇയർ ആരംഭിക്കുന്നതിന് മുന്നേ എടുക്കുന്ന കുറച്ച് ഫീസുകളാണ്. ഓക്കെ, മനസ്സിലായോ ഓപ്പണിംഗ് ഫീസ് എന്താണെന്ന്? ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫീസ് ആയിരിക്കും അഡ്മിഷൻ ടൈമിൽ അടയ്ക്കുന്ന. സെക്കൻഡ് എന്താണ് വരുന്നത് നമുക്കറിയാം അല്ലെ? ട്യൂഷൻ ഫീസ് ഓർ മന്ത്ലി ഫീസ് എന്ന് പറയാം. എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ഷരീബ എന്നാണ് പേര്. ഷാരിബ ഒന്ന് വായിച്ചു. Tuition fees or monthly fees. This is not for the tuition he is taking out of the school hours. This is only the general monthly fees from which salary is paid. In some schools, they are receiving it as term fees. ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് എന്താണ്? ഫീസിലാണ് പറയുന്നത് അല്ലെ? മന്ത്ലി അടയ്ക്കുന്ന ഫീസ് ആണ് അതിൽ വരുന്നത്. It's not for the tuition she is taking out of the school hours. She നോട് ഉദ്ദേശിക്കുന്ന ആരാണ്? ടീച്ചേഴ്സിനാണ് കേട്ടോ. സ്കൂൾ അവേഴ്സിൽ എടുക്കുന്ന ഫീസ് ആണ്. ഉദ്ദേശം എന്തൊക്കെയാണ്? Only the general monthly fee from which salary is paid. In some schools they are receiving it as term fees. നമ്മളിങ്ങനെ മനസ്സിലാക്കില്ല, നമ്മള് കുട്ടികളെ സ്കൂളാകുന്ന സമയത്ത് ടേം ഫീസ് ഉണ്ടാവും അല്ലെ? ആദ്യം ഒരു അഡ്മിഷൻ ഫീ ഉണ്ടാവും. അത് കഴിയുമ്പോൾ എന്താണ്? ഒരു 3 മാസോ അല്ലെങ്കിൽ 2 മാസോ കഴിയുന്ന സമയത്ത് എന്താണെങ്കിൽ ചില സ്കൂളിൽ 6 മാസം കഴിയുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്താണ്? ടേം ഫീസ് അടക്കും. ഇത്ര രൂപ വെച്ച് അടയ്ക്കാനുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്യൂഷൻ ഫീസ് അസറ്റ് ട്യൂഷൻ ഫീസുകളായിട്ട് കൺസിഡർ അല്ലെങ്കിൽ മന്ത്ലി ഫീസ് എന്നും അതിനെ പറയാം. ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ടേം ഫീസസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ അടയ്ക്കാറുണ്ടല്ലേ? കുട്ടികൾക്ക് അടക്കാറുണ്ടല്ലേ? അറിയാമല്ലോ.
മെയിനായിട്ട് ഗവൺമെന്റ് സ്കൂളിൽ അതിന്റെ ആവശ്യമില്ല. പിന്നെ LKG UKG ക്ക് അടയ്ക്കും. LKG UKG അവര് വാങ്ങിക്കാറ്. ചെറിയ ഫീസുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ടേം ഫീസ് ഗവൺമെന്റ് സ്കൂൾ ആവശ്യമില്ല. അല്ലാതെ CBSE സ്കൂളുകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ് ടേം ഫീസുകൾ വാങ്ങിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദിൽപ്പിയാണോ ചിലു ആണോ പറഞ്ഞത് സ്കൂൾ അഡ്മിഷൻ കുട്ടിയുടെ എടുക്കാൻ വേണ്ടി പോയെന്ന് പറഞ്ഞത്? ചിലു ആണോ? ഞാൻ പോയായിരുന്നു മിസ്സേ. ചിലു നല്ല ഫീസാണെന്നല്ലേ ചിലു പറഞ്ഞത്? ടേം ഫീസ് അഡ്മിഷൻ ഫീ ആണോ കൂടുതലാണെന്ന് പറഞ്ഞത്? ട്യൂഷൻ ഫീ ഏറ്റവും കൂടുതൽ. ട്യൂഷൻ ഫീ ഏറ്റവും നമുക്ക് പിടിച്ചു നിൽക്കാൻ ഇച്ചിരി പാടാ. അഫോർഡബിൾ അല്ലാത്തൊരു പ്രൈസ് ആയിരിക്കും അല്ലേ? അഫോർഡബിൾ അല്ല. പക്ഷെ സ്കൂള് നല്ല സ്റ്റാൻഡേർഡ് ആണേ. അഡ്മിഷൻ എടുത്തോ? എടുത്തു. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചിന്. പഠിപ്പിച്ചല്ലേ പറ്റൂ അല്ലേ? എന്തോ? എങ്ങനെയാണെങ്കിലും പഠിപ്പിച്ചല്ലേ പറ്റൂ അല്ലേ? അതെ. ഇപ്പൊ ആൾക്ക് 4 വയസ്സും കഴിഞ്ഞു 2 മാസമായി. ആള് December 1 ആണേ. കാരണം പോയി എടുത്തു. April 7th പോയി എടുത്തു. എല്ലാം സെപ്പറേറ്റാ. മറ്റേ ട്രാൻസ്പോർട്ടേഷൻ ഫീ, അതുപോലെ തന്നെ ബുക്സ്, യൂണിഫോം എല്ലാം സെപ്പറേറ്റാ. ഈ ട്യൂഷൻ ഫീസ് ഒഴിച്ചിട്ടാണ് ഇതെല്ലാം. നല്ല ചെലവാ. എന്തോ? പൈസ പോയിട്ടുണ്ടാവുമല്ലോ. കൊറേ. അപ്പൊ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞേക്കണേ ഇനി ഒരു കാര്യം വേണമെന്ന് പറഞ്ഞേക്കല്ലെന്നാ പറഞ്ഞേ. നാട്ടിൽ നിന്നാ മതിയായിരുന്നു, പോരണ്ടായിരുന്നൂലേന്ന് എന്നോട് ചോദിക്കുവോ. നാട്ടിലൊന്നും ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. നാട്ടിലെ ഫീസ് കുറവാണ് പല സ്കൂളിലും. എങ്കിലും അപ്പുറോടൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്കൂള്, നാട്ടിലെ സ്കൂൾ നല്ലതാണ്. അതെ, ഇവളോടൊക്കെ ചോദിക്കുന്ന ഇന്റർവ്യൂവിനൊക്കെ ചോദിച്ച കുറെ ഷേപ്പുകളൊക്കെ കാണിച്ചു കൊടുത്തു. അത് KG 1 ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പേരെന്താന്ന് ചോദിച്ചു, അതുപോലെ ഫേവറേറ്റ് ഫുഡ്, ഫേവറേറ്റ് കളർ, പിന്നെ അതുപോലെ തന്നെ ABCD ആൽഫബറ്റ്സ് ഫുള്ള് എഴുതി വെച്ചിട്ട് ഇടയ്ക്ക് ചോദിക്കുക എന്തക്ഷരാന്നൊക്കെ. അതുപോലെ കൗണ്ടിങ് ചെയ്യാൻ പറഞ്ഞു, പിന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു. ഇച്ചിരി അടിയാണ് ആ സ്കൂളിൽ കിട്ടാൻ ഇച്ചിരി ഒരു പാടാ. നെക്സ്റ്റ് വരുന്നത് എക്സാം ഫീസ് ആണ്. എക്സാം ഫീസ് to meet the question paper, printing cost and answer paper, thread and other means many of the school collect. These fees are called exam fees. In total for the exams together or separately for quarterly, half yearly and annual. എക്സാം ഫീസ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സാം ഫീസ് പ്രധാനമായിട്ട് എന്തിനാണ് ആ പൈസ ഈടാക്കുന്നത്? ഒന്ന് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റിങ്ങിന്, ആൻസർ പേപ്പറിന്റെ കോസ്റ്റ്. ഈ 2 കാര്യങ്ങൾക്കുമാണ് പ്രധാനമായിട്ട് എടുത്തത്. പിന്നെന്താണ്? ത്രെഡ് ആൻഡ് അതർ തിങ്സ്. ത്രെഡ് എന്താണ്? ടോയിൻ ഇല്ലേ? ടോയിൻ എന്ന് പറയില്ല നൂല്. അറിയില്ല നിങ്ങൾക്ക്? ഇങ്ങനെ കോർത്ത് കിട്ടുന്ന പൈസ. പിന്നെ മറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങള്. അത്രയും കാര്യങ്ങളാണ് എക്സാം ഫീസിൽ അവർ ഈടാക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിനും ആൻസർ പേപ്പറാണ് ത്രെഡ് ആൻഡ് അതർ തിങ്സിലാണ് പൈസ ഈടാക്കുന്നത്. ഇനി ഈ ഫീസ് എപ്പോഴാണ് കളക്ട് ചെയ്യുന്നത്? ഈ ഫീസ് ആർ കോൾഡ്, ഇതിനെയാണ് നമ്മൾ എക്സാം ഫീസ് എന്ന് പറയുന്നത്. In total for the all exams together or separately. For exams എല്ലാത്തിനും വേണ്ടിയിട്ട് എക്സാം ഫീസ് കളക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? ഒന്ന് ക്വാർട്ടർലി എക്സാമിന് അല്ലെ, ക്വാർട്ടർലി എക്സാം നടക്കുന്ന സമയത്ത്, ഹാഫ് ഇയർലി എക്സാം സമയത്ത് ആൻഡ് ആനുവൽ എക്സാം സമയത്ത്. നമ്മളിപ്പോ പഠിക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ ആനുവൽ എക്സാമിന്റെ ഫീസ് അടയ്ക്കണം ഇത്ര രൂപ എന്ന് പറയാറുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ മനസ്സിലാക്കുന്നില്ല. 10-20 രൂപ കൊടുത്താൽ മതിയായിരുന്നു അല്ലെ എക്സാം ഫീ എന്നൊക്കെ പറഞ്ഞേ. ഇപ്പൊ അങ്ങനെയാണോ പൈസ? ഇപ്പൊ പൂജ്യങ്ങൾക്കൊക്കെ എണ്ണം കൂടിയല്ലേ? പൂജ്യങ്ങളുടെ എണ്ണം കൂടിയായിരുന്നു. അതിനനുസരിച്ച് പൈസ. ഇപ്പൊ CBSE സ്കൂളുകളൊക്കെ ആണെങ്കിൽ എന്താണ്? ഫീസ് കൂടുതൽ, എക്സ്ട്രാ ഫീസ് അടക്കാൻ വൈകി കഴിഞ്ഞാൽ എന്താണ്? ഫൈൻസ് ഉണ്ടാവും അല്ലെ? ഫൈൻ അടക്കേണ്ടി വരും. എക്സ്ട്രാ ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപയ്ക്ക് ആയിരിക്കും എക്സ്ട്രാ ഫീ എന്ന് പറയുന്നത്. പണ്ടത്തെ പോലെ 10 രൂപ അല്ലെങ്കിൽ 5 രൂപ കുട്ടി അടയ്ക്കാനൊന്നും അല്ല. ഇപ്പൊ ഫീസസ് ഒക്കെ കൂടുതലാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ കുട്ടികളൊക്കെ പഠിക്കണല്ലേ, ഫീസൊക്കെ എങ്ങനെ പോകുന്നു അറിയാലോ. പൂജ്യങ്ങളുടെ എണ്ണം കൂടിയായിരിക്കും. അതിനനുസരിച്ച് പൈസ. ഇപ്പൊ CBSE സ്കൂളുകളൊക്കെ ആണെങ്കിൽ എന്താണ്? ഫീസ് കൂടുതൽ, എക്സ്ട്രാ ഫീസ് ഉണ്ടാവും അല്ലെ? ഫൈൻ അടക്കേണ്ടി വരും. എക്സ്ട്രാ ഒരു 100 രൂപ അല്ലെങ്കിൽ 5 രൂപ കുട്ടി അടയ്ക്കാനൊന്നും അല്ല. ഇപ്പൊ ഫീസസ് ഒക്കെ കൂടുതലാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ കുട്ടികളൊക്കെ പഠിക്കണല്ലേ, ഫീസൊക്കെ എങ്ങനെ പോകുന്നു അറിയാലോ.
എല്ലാവരും CBSE സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്? സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടോ? സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുണ്ടോ നമ്മുടെ ക്ലാസ്സില്? എല്ലാവരും CBSE ആണോ? അല്ല, സ്റ്റേറ്റ്. എന്റെ മോനെ ചേർത്താനായിട്ടില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കണേ. ചേർക്കാറായിട്ടില്ല. ജിസ്മോള് CBSE ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്റ്റേറ്റിൽ ചേർക്കണോട്ടോ. ഏറ്റവും നല്ല ഫെസിലിറ്റി. ഞാനൊരു CBSE സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ. അവിടെ എക്സാം ഫീസ് വന്നിട്ട് ഒരു 350 രൂപ നമ്മൾ കൊടുക്കും കഴിഞ്ഞതിന് ശേഷം ആ ടീച്ചർക്ക് ഒരു റൂമുണ്ട്. ആ റൂമുള്ള സമയത്ത് നമ്മളെ കൊണ്ട് കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പൊ ടീച്ചർ പറയും, നിങ്ങൾ പേപ്പർ ഒന്നും വാങ്ങിയിട്ടൊന്നും വരണ്ട. എക്സാം ഫീസ് കൊടുത്തു കഴിഞ്ഞു, 350 രൂപ കൊടുത്തു കഴിഞ്ഞു. അതിന് ശേഷം നിങ്ങൾ പേപ്പർ ഒന്നും വാങ്ങിയിട്ട് വരണ്ട, പേപ്പർ ഞാൻ ഇവിടുന്ന് തരാം, പൈസ കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. നമ്മൾ ഇതിന്റെ ഫീസ് എല്ലാം അടച്ചു കഴിഞ്ഞു. അപ്പൊ അതായത് ആ സമയത്ത് ഫീസ് അടയ്ക്കുന്നത് നമ്മുടെ പാരൻസ് ആണല്ലോ. അപ്പൊ നമുക്കറിയില്ലല്ലോ ഒരു ഫീസ്, നമുക്ക് ഇന്ന പോലെ ഫീസ് അടയ്ക്കാനാണെന്ന് പറഞ്ഞിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും വന്ന് ഫീസ് അടച്ചിട്ട് പോകും. നമ്മളോട് പറയും, നിങ്ങൾ പൈസ കൊണ്ടുവന്നാൽ മതി, എക്സാം ഷീറ്റൊക്കെ ഇവിടുന്ന് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പിന്നെ പെൻസിൽ ആർക്കെങ്കിലും വേണം, പെൻസിലോ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ അതിനും പൈസ ഈടാക്കും. അതിന് നാളെ 2 രൂപ കൊണ്ടുവന്നാൽ മതി. ആ ഒരു 2 രൂപ 5 രൂപ അങ്ങനെ അടക്കം ഞങ്ങളെ കൊണ്ട് മേടിപ്പിക്കുമായിരുന്നു. ഫീസിന്റെ കാര്യത്തില് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് സ്കൂളിൽ ഒരുപാട് ഫെസിലിറ്റീസ് വരുന്നെങ്കിലും ചെറിയ ഫീസ് സ്കൂൾ സ്റ്റേറ്റിൽ നിന്നും വാങ്ങുന്നുണ്ട്. CBSE സ്കൂളിൽ ഒരിക്കലും മോശമാണെന്ന് പറയണല്ലോ. ഫീസിന്റെ കാര്യത്തിൽ കത്തിയാണെങ്കിലും, പക്ഷെ ചില CBSE സ്കൂൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കും. നല്ല ഡിസിപ്ലിൻ ആണ് കുട്ടികൾ കൊടുക്കുന്നത്. ചില സ്കൂളുകൾ CBSE അത് പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ പള്ളി റിലേറ്റഡ് ആയിട്ട്, അതായത് ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സ്കൂളുകളില്ലേ, ഇപ്പൊ എന്താ പറയാ, സിസ്റ്റേഴ്സ് ഉള്ള സ്കൂളിൽ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കും കുട്ടികൾ. പക്ഷെ നേരെ മറിച്ച് ചില സ്റ്റേറ്റ് സ്കൂളിൽ ഭയങ്കര എന്താ പറയാ ഡിസിപ്ലിൻ കുറവായിരിക്കും. ചില കുട്ടികളിൽ ചില സ്കൂളുകൾ കണ്ടിട്ടില്ലേ നമ്മളെ ഗവൺമെന്റ് സ്കൂളുകളില് പറഞ്ഞ അനുസരിക്കാത്ത കുട്ടികളായിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ഇപ്പൊ ഒരുപാട് ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് സ്റ്റേറ്റ്സിൽ. നിങ്ങളെ CBSE ചേർക്കണമെന്നായിരുന്നു ഞാൻ നിർബന്ധം പറയില്ല. സ്റ്റേറ്റ്സിൽ ഒരുപാട് നല്ല രീതിയിലുള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പൊ നമ്മുടെ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ ചേർക്കാൻ താല്പര്യമുള്ളത് സ്റ്റേറ്റിൽ തന്നെ ചേർക്കണം കേട്ടോ. ചെറിയ കാര്യം മാത്രമേ പ്രശ്നമുള്ളൂ. കേട്ടാ? കേട്ടു മിസ്സേ. എന്റെ മക്കളൊക്കെ സ്റ്റേറ്റിൽ തന്നെ മിസ്സേ. നല്ല സ്കൂൾ. നമുക്ക് പല കുഴപ്പമുണ്ടാവും. ഞാനിപ്പോ അടുത്ത അക്കാഡമിക് ഇയറിൽ ചേർത്തിണ്ടാവനെ, സ്റ്റേറ്റിലെ ചേർത്തണം. ഇനി നെക്സ്റ്റ് വരുന്ന എന്താണ്? യൂണിഫോം ഫീസ്. നമുക്കറിയാലോ, യൂണിഫോം ഫീസ് ജനറലി ഇറ്റ് വിൽ ബി കളക്റ്റഡ് ഇൻ ദ സ്റ്റാർട്ടിംഗ് ഇറ്റ്സെൽഫ്. അതും എന്താണ്? അക്കാദമിക് ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ യൂണിഫോം ഫീസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൂടെ പറഞ്ഞിട്ടില്ല. ഓപ്പണിംഗ് ഫീസിലും എന്തെന്താ യൂണിഫോം ഫീസ് ഇവിടെ വരുന്നുണ്ടെന്ന് നമ്മൾ കൊടുത്തിട്ടില്ല അവിടെ. യെസ്, ഇൻ സം സ്കൂൾസ് ദേ കളക്റ്റഡ് ഇറ്റ് ലേറ്റർ ജൂലൈ. ചില സ്കൂൾ എപ്പോഴാണ് കളക്ട് ചെയ്യുന്നത്? ജൂലൈയിലായിരിക്കുള്ളത് കളക്ട്, ലേറ്റർ ജൂലൈയിലായിരിക്കും അത് കളക്ട് ചെയ്യുന്നത്. സോ ദിസ് കളക്ടർ once a year, teachers should be very careful. If it's paid, its installments are calculated separately for the belt, separately for the shoes and so on. അപ്പൊ ഏറ്റവും നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും യൂണിഫോം ഫീസ് ആണ് കേട്ടോ. അത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചുള്ള ഭയങ്കര ഒരു ബേർഡൻ ആണ്. അതിങ്ങനെ പല മെഷർമെന്റ് ഒക്കെ തെറ്റി പല രീതിയിലൊക്കെ ആൾക്കാർ വാങ്ങിക്കാതെ പോകും. പിന്നെ ടീച്ചറിന്റെ തലയിലാവും, ടീച്ചറിന്റെ പൈസ പോകുന്ന പരിപാടികളൊക്കെ പണയം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും തലവേദനയുള്ള ഒരു ഫീസാണ് യൂണിഫോം ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് ഇപ്പൊ യൂണിഫോം ഇപ്പൊ നമ്മൾ പഠിച്ച പോലെ ഒന്നല്ല, അതിൽ ഓരോന്നും സെപ്പറേറ്റ് ആണ്. 1, 2, 3 ജോഡികളൊക്കെ ഉണ്ടാവില്ല. എന്തെങ്കിലും ചൊവ്വ വേറെ, ബുധനാഴ്ച വേറെ, തേഴ്സ്ഡേ വേറെ, ഫ്രൈഡേ. ഇപ്പൊ കളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റെഡ് ഹൗസ്, ബ്ലൂ ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വേറെ യൂണിഫോംസ് ഉണ്ടാവും. പിന്നെ പ്രത്യേകമായിട്ട് ID കാർഡ്സ്, ബെൽറ്റ്, ഷൂസിന് 2 കളർ ഷൂസുകൾ, ഇതിനൊക്കെ എന്താണ് സെപ്പറേറ്റ് ഫീസ് വന്നത്. ടൈ ഉണ്ടെങ്കിൽ അത്, പിന്നെ എംബ്ലോ ഉണ്ടെങ്കിൽ അത്, അല്ലെ, ഇതൊക്കെ എന്താണ് സെപ്പറേറ്റഡ് ആയിട്ട് ഫീസ് വാങ്ങിക്കുന്നത്. അപ്പൊ അതൊക്കെ ചിലവർ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നെ അടക്കുന്നത്, ചിലവർ ഉടനെ തന്നെ പൈസ അടച്ചിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പൊ ചിലവര് എല്ലാ ജോലിയും ഒരുമിച്ച് സെറ്റ് ആയിട്ട് ഒരു പാക്കേജ് ഉണ്ടാവും, അതിപ്പോ എല്ലാം അങ്ങോട്ട് വാങ്ങിക്കും. ചിലരത് വേണ്ട, ഈ ഒരു വർഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വാങ്ങിക്കും.
ചിലപ്പോൾ പൈസ കൊടുക്കാതെ പോകും, പൈസ പിന്നെ തരാമെന്നൊക്കെ പറയും. അങ്ങനെ പെൻഡിങ് ആവും. അങ്ങനെ വരുന്ന ചിലവര് ആ റെക്കോർഡ്സ് ഒക്കെ പോകും. അവരോട് ചോദിച്ചാൽ പോലും ചിലപ്പോൾ ഫീസ് തരില്ല. അപ്പൊ അത് ആരുടെ തലയിലാവും? അഫ്കോഴ്സ് ആ ഫീസ് കളക്ട് ചെയ്യുന്ന ടീച്ചറുടെ തലയിലാവും അല്ലെ? ടീച്ചർ ആ പൈസ കൊടുക്കേണ്ട അവസ്ഥകളും ഉണ്ടാവുന്നത്. ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയണേ, എവിടെയെങ്കിലും സ്കൂളിൽ പോയ ഒരു യൂണിഫോമിന്റെ ഡ്യൂട്ടി കിട്ടിയാൽ വാങ്ങിക്കാതിരിക്കണേക്കൊക്കെ നല്ലത്. ചോദിച്ചു പണി വാങ്ങിക്കേണ്ടത്. ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതൊന്ന് മാറ്റിയല്ലോ. ഒന്നും വിചാരിക്കാനില്ല, നമ്മൾക്ക് അത് ചെയ്യണം എന്നായിരിക്കും പറയുന്നത്. പക്ഷെ ഒന്നല്ലെങ്കിൽ ടീച്ചർക്ക് അനുഭവം ഉണ്ടാവൂലേ? എനിക്ക് അനുഭവം ഉണ്ട് നന്നായിട്ട്. എനിക്കത് പൈസ ഒന്നും പോയിട്ടില്ല, പക്ഷെ ഭയങ്കര പണിയുള്ളത്. ഓരോ പിള്ളേരെ നമുക്ക് കളക്ട് ചെയ്തിട്ടില്ലാനായിട്ട്. ബാക്കിയൊന്നും കുഴപ്പമില്ല. എല്ലാവരും അങ്ങനെയൊക്കെ തരാം, പക്ഷെ യൂണിഫോം ഒരു രക്ഷയില്ല. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നമുക്ക് സിമ്പിൾ ആണ്, വേഗം കഴിയും. പക്ഷെ ചിലർക്കൊക്കെ ഓൾറെഡി പൈസ വാങ്ങിച്ചിട്ടേ കൊടുക്കുള്ളൂ. എന്റെ മോനൊക്കെ പഠിക്കുന്നവിടെ അങ്ങനെ, അവർ ആദ്യമേ പേയ്മെന്റ് വാങ്ങിച്ചിട്ടേ ഇതൊക്കെ കൊടുക്കുള്ളൂ. നമ്മൾ ആ ബില്ല് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ചിലർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാവും. Uniform fees, then 2 functions and program fees. These are not fixed. Means tour and many program fees are fixed ആയിട്ടുള്ളത്. Collectively programs നടക്കുമ്പോഴോ അല്ലെങ്കിൽ program conduct ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ആ ഫീസുകൾ ഇളവാക്കുന്നത്. According to the management and the teachers acts in this way. In some schools, they do not conduct any tours to adjourn. Tours will be of 4 types. നെക്സ്റ്റ് ക്ലാസ് പറയാം. ടൂറിൽ തന്നെ ടൂറിസ്റ്റ് ഫീസ് കളക്ട് ചെയ്യുന്ന ടൂർ തന്നെ 4 ടൈപ്സിൽ വരും. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. പക്ഷെ പറയാനുണ്ട് 28. നിങ്ങളിപ്പോ അടുത്ത ക്ലാസ്സിലൊന്ന് വായിച്ചിട്ട് പോരട്ടോ. ടൂർ ഫംഗ്ഷൻസ് ആൻഡ് പ്രോഗ്രാം ഫീസ് എന്ന് പറഞ്ഞ ഭാഗം ഇതൊന്ന് വായിച്ചു പോരട്ടോ. സൈൻ ഔട്ട് ആരാണ്? ഞാനാണ് മിസ്. ദിവ്യ. ആരാണ്? മനീഷ? ദിവ്യ ആരാണ്? അല്ല, ദിവ്യ. പറഞ്ഞോ. Thank you, Miss. Today's prayer got signing for those who conducted. Thank you all. I would like to end this section with some morals. Once all villagers decided to pray for rain. On the day of prayer, all the people gathered, but only one boy came with umbrella. ഒരു വില്ലേജേഴ്സിലെ എല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അന്ന് ഒത്തുകൂടിയപ്പോ എല്ലാരും വന്നു, പക്ഷെ ഒരു കുട്ടി വന്നത് കുടയുമായിട്ടാണ്. അതാണ് ദാറ്റ്സ് ദ ഫെയ്ത്ത്, അതാണ് അവന്റെ പ്രതീക്ഷ. ആ പ്രാർത്ഥനയ്ക്കുള്ള ബലം കിട്ടും എന്നുള്ളതാണ് ആ കുട്ടിയുടെ പ്രതീക്ഷ. When you toss 1 year old, എന്താ മിസ്? When you toss a 1-year-old baby in the air, he laughs because he knows his father will catch him. നമ്മളൊരു ചെറിയ കുട്ടീനെ മുകളിലേക്ക് എടുത്തെറിയുമ്പോൾ അവന്റെ അച്ഛൻ അവനെ ക്യാച്ച് ചെയ്യുന്നുള്ള പ്രതീക്ഷയാണ്. That's the trust. Every night we go to bed, we have no assurance to wake up alive next morning, but still we set alarm for tomorrow. ഒരു രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അടുത്ത ദിവസം നമ്മൾ ജീവനോടെ എഴുന്നേൽക്കുക എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലാതെ തന്നെ നമ്മളെല്ലാരും അലാറം സെറ്റ് ചെയ്തിട്ടാ കിടക്കുക. അതാണ് ദാറ്റ്സ് ദ ഹോപ്പ്. താങ്ക് യു മിസ്. വെരി ഗുഡ്. താങ്ക് യു ദിവ്യ. ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു.